ഇന്നത്തെ സെഷനില് 2024 PYQ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പൊ ഇതില് കറക്റ്റ് 75 ക്വസ്റ്റ്യൻസ് ഫോർ സബ്ജക്ട് അഥവാ സൈക്കോളജി എന്നാണ് വന്നിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു PYQ ആണ്, അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു 2024 ക്വസ്റ്റ്യൻ പേപ്പർ. കാണുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആസ് എ സയൻസ് which of the following does psychology use as its primary source of information? ഏതാണ്? ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. As a science, which of the following does psychology use as its primary source of information? ഏതായിരിക്കും? ഇല്ല, ഓപ്ഷൻ വായിച്ചത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇല്ല, 3 ആവാൻ വഴിയില്ല, നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ബി, സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ഡാറ്റ. അപ്പം സൈക്കോളജി ആസ് എ സയൻസിനെ, സൈക്കോളജി സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ഡാറ്റനെയാണ് മെയിൻ ആയിട്ട് നമ്മൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യാറ്. ഓക്കെ, പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത ഡാറ്റനെയാണ് ചൂസ് ചെയ്യാറ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൈക്കോളജിക്കൽ റിസർച്ച് ഓൺ എവരിഡേ ഹ്യൂമൻ കൺസേൺസ് റിവീൽസ് ദാറ്റ്. എന്താണ്? Topics are too complex to study. Subject will not volunteer for research on many topics. Common sense beliefs are not always true. Or methods used in other sciences are not relevant to the study of human behavior. ഏതായിരിക്കും? എവരിഡേ ഹ്യൂമൻ കൺസേൺസിനെ കുറിച്ചുള്ള സൈക്കോളജിക്കൽ റിസർച്ച് എന്തായിരിക്കും റിവീൽ ചെയ്യുന്നുണ്ടാവുക? അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്നില്ലേ? എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താ? ഐക്കോണാണ് ആരുടെയോ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. കോമൺ സെൻസ് ബിലീവ്സ് ആർ നോട്ട് ഓൾവേസ് ട്രൂ എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ജസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, ഇതിലങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇതിലിപ്പം കോമൺ സെൻസ് ബിലീവ്സ് ആർ നോട്ട് ഓൾവേസ് ട്രൂ എന്നുള്ളതാണ് ഉത്തരം വരിക. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഷ്യസ് ഫോഴ്സിങ് ഓഫ് ഡിസൈർസ് ഓർ തോട്ട്സ് ഔട്ട് ഓഫ് കോൺഷ്യസ്നെസ് ഈസ് കോൾഡ്. ഓക്കെ, നമ്മൾ കോൺഷ്യസ്ലി തോട്ട്സിനെ ഡിസൈർസിനെ എന്താണ് കോൺഷ്യസ്നസ് നിന്ന് ഔട്ടാക്കുന്നത്, ആ ഒരു ഫോഴ്സ് ചെയ്ത് ഔട്ടാക്കുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ നമ്മൾ എന്താ പറയുന്നത്? കോൺഷ്യസ്ലി നമ്മൾ മറക്കാൻ ശ്രമിക്കുകയാണ്, ആ ഡിസയർ ആയിക്കോട്ടെ, ആ ഒരു തോട്ട് ആയിക്കോട്ടെ, കോൺഷ്യസ്ലി എന്താ പറയാ? ഏത് ഡിഫൻസ് മെക്കാനിസം ആണിത്? നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രൂയിഡിന്റെ പല കൈൻഡ് ഓഫ് ഡിഫൻസ് മെക്കാനിസംസ്, പ്രിപ്പറേഷൻ, സപ്രഷൻ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിയാക്ഷൻ, ഫോർമേഷൻ, അങ്ങനെ 5-6-8 പഠിച്ചിട്ടുണ്ടാവും. ഇതിലേതാണിത്? കോൺഷ്യസ്ലി ഈ സംഭവങ്ങളെ മറന്നു കളയുന്നത് നമ്മൾ ഏത് പറയും? സപ്രഷൻ ആണ് ഗൈസ്, സപ്രഷൻ ആണ് ഉത്തരം വരാം. സപ്രഷൻ ആണ് കോൺഷ്യസ്ലി നമ്മൾ ഈ സാധനങ്ങളെ മറക്കുന്നതിന് സപ്രഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം. ബാക്കി എന്താണ്? ഡെനയലും പ്രൊജക്ഷനും ഇതുപോലെ വേറെ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഡിനയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡിനൈ ചെയ്യുന്നതാണ്, അവോയ്ഡ് ചെയ്യുന്നതാണ്, അതാണ് ഡിനയൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം. പ്രൊജക്ഷൻ ആകുമ്പോഴോ നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സിന്റെ കാര്യങ്ങളെ മറ്റൊരാളിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ. ഒക്കെ ഇപ്പൊ ഡിഫൻസ് മെക്കാനിസംസ് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണേ. കാരണം ഡിഫൻസ് മെക്കാനിസം ഈ പറഞ്ഞ 8 ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു മേഖലയാണ്. അപ്പൊ എന്തൊക്കെ ഡിഫൻസ് മെക്കാനിസം, അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും അറിഞ്ഞു വെക്കണം. അപ്പൊ ഇതിന്റെ ഉത്തരം കോൺഷ്യസ്ലി നമ്മൾ ഇതിനെ മറക്കുന്നത് നമ്മൾ സപ്രഷൻ എന്ന് പറയും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, പേഴ്സണാലിറ്റി ഈസ് ഫിക്സഡ് ഇൻ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ് ആൻഡ് സബ്ജക്ട് വിൽ ലിറ്റിൽ ചേഞ്ച് thereafter. This view is known as. എന്താണ്? നമ്മളെ ഏർലി ഇയേഴ്സിൽ തന്നെ പേഴ്സണാലിറ്റി ഫിക്സ്ഡ് ആണ്, പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. നമ്മുടെ മേജർ പേഴ്സണാലിറ്റി പണ്ടേ ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിലെ ആകുമ്പോഴേ ഫിക്സ്ഡ് ആണ്. ആ ഒരു വ്യൂ എന്താണ്? അത് ഏത് വ്യൂ ആയിരിക്കും? ഇൻട്രാക്ഷനിസം ആണോ മാം? അല്ല, അത് ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം ആണ് വരിക. ഇന്ററാക്ഷനിസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള്
ഇന്ററാക്ഷൻ മൂലമാണ് പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഇന്ററാക്ഷനിസം വരുന്നത്. അപ്പൊ ഇന്ററാക്ഷനിസം അല്ല, ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം ആണ് ഉത്തരം വരാം. ഏർലി ടൈമിൽ തന്നെ പേഴ്സണാലിറ്റി ഫിക്സ്ഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. The question: which one of the following methods of reliability examines the performance of a psychological test over time? അതാണ് ഇവിടെ പോയിന്റ്, ഓവർ ടൈം. ഏതാണ്? ഏതാണ്? ടെസ്റ്റ് അല്ലേ? നമ്മള് ടെസ്റ്റിന്റെ റിലയബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ടൈം പീരീഡ് ഓവർ ടൈം നോക്കുന്ന റിലയബിലിറ്റി ഏതാ? ടെസ്റ്റ് ആണ്. ഓക്കെ, റിലയബിലിറ്റി ഉണ്ട്, വാലിഡിറ്റി ഉണ്ട്, ഇതിന്റെയൊക്കെ ടൈപ്സ് ഉണ്ട്. ഇതൊക്കെ ഐ തിങ്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിലാ അങ്ങനെ ആ ടോപ്പിക്കിനാണല്ലോ തോന്നും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ടെസ്റ്റ് റിലയബിലിറ്റി ആണ് ഇത്. ഓവർ ടൈം നമ്മൾ റിലയബിലിറ്റി നോക്കുന്ന യൂസ് ചെയ്യുന്ന ഒരു മെഷർ ടെസ്റ്റ് ആണ്. സ്പ്ലിറ്റ് ഹാഫ് എന്താ? രണ്ട് ഹാഫ് ആക്കിയിട്ട് രണ്ടിനെ സെപ്പറേറ്റ് റിലയബിലിറ്റി ടെസ്റ്റ്, ഒരു ടെസ്റ്റിന് രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് അതിന് രണ്ടിന്റെയും റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. ഇന്റർ സ്കോറർ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടോ അതിലധികമോ റൈറ്റേഴ്സ് അല്ലെങ്കിൽ സ്കോറേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, രണ്ടോ അതിലോ ആൾക്കാരായിട്ട് അങ്ങനെ ഓരോരുത്തരും റിലയബിലിറ്റി നോക്കിയിട്ട് അതിൽ നിന്ന് എടുത്തുന്ന കൺക്ലൂഡഡ് ആയിട്ടുള്ള റിലയബിലിറ്റി, അത് ഇന്റർ സ്കോറർ. ആൾട്ടർനേറ്റ് ഫോം റിലയബിലിറ്റി പറയുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടായിട്ട് അതേപോലെ അതിന്റെ ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു ടെസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ റിലയബിലിറ്റി, ആൾട്ടർനേറ്റ് ഫോം റിലയബിലിറ്റി. ഇവിടെ ഓവർ ടൈം ചോദിച്ചുകൊണ്ട് അതേതാണ്? ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ആണ് ഇതിന്റെ ആൻസർ വരിക. ഓപ്ഷൻ 1 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ 6 എത്തിയില്ലേ? അതേപോലെ 2024 കമ്പാരിറ്റീവ്ലി നമ്മൾ മിസ് ചെയ്തോ? ഓക്കെ, ഇല്ല, 2024 കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പേപ്പറാണ്. പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. 6ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. 4 സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ എക്സ്പ്ലനേഷൻ ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞോളൂ. വരയ്ക്കാൻ ഞാൻ റെഡിയാണ്, എന്തിനാ ഇങ്ങോട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ മതി. മീൻ എന്താ, മീഡിയൻ എന്താ, മോഡ് എന്താ? നമ്മള് സ്കൂളിലെ സ്റ്റഡിയിൽ പഠിച്ചു തുടങ്ങുന്ന കൺസെപ്റ്റ് ആണ് മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറയുന്നത്. പറഞ്ഞോളൂ, മീൻ ഇതിൽ മാച്ച് ആവുന്നത് ഏതിനോടാ? മീൻ എന്താ ഗൈസ്? റെസ്പോണ്ട് ചെയ്യൂ. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് അല്ലേ? ആണല്ലോ. ഓക്കെ, മീൻ എന്ന് പറയുമ്പം ആവറേജ് 1, 3 വരുന്നത്. പിന്നെ മീഡിയൻ എന്താ? മീഡിയൻ എന്താ? The point above and below which lies 50% of the score. അതാണ് മീഡിയൻ. പിന്നെ മോഡ് എന്താ? അപ്പൊ മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്പർ. The value repeated maximum number of times in a given series. അതാണ് മോഡ്. മീഡിയൻ മോഡൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, പിന്നെ വേരിയബിലിറ്റി, the extent of individual difference around the central tendency. അതാണ് വേരിയബിലിറ്റി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ വരാം. അപ്പൊ ഏതാണ്? എ വരുന്നത് 3 ആണ്. ഓക്കെ, ആ 1 കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. A3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. A3, ദെൻ B4 ആണ്. ഓക്കെ, C1 ആണ്, D2 ആണ്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി അഥവാ ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മാത്സ് ഫോളോയിങ് ആകുമ്പോ നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഈ പറഞ്ഞ 1-2 കിട്ടിയാൽ തന്നെ ഉത്തരം കിട്ടും. അപ്പൊ അങ്ങനെ ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. We perceive a person's face as a wall and not as a collection of eyes, nose, mouth, etc. A face therefore is an example of dash. എന്താണ്? നമ്മൾ ഒരാളെ മുഖം കാണുമ്പം 2 കണ്ണ്, ഒരു മൂക്ക്, ഒരു വായ അങ്ങനെയല്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മറിച്ച്
ഒരു മുഖം എന്നുള്ള രീതിക്ക് മൊത്തത്തിലാണ് അതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഒരു ഫേസ് എന്ന് പറയുമ്പോ എന്തിന്റെ എക്സാമ്പിൾ ആണ്? എന്തിന്റെയാ? അതെ, സാന്ദ്ര പറഞ്ഞ കറക്റ്റ് ആണ്, ജസ്റ്റാൾട്ട് ആണ്. നമുക്കറിയാം ജസ്റ്റാൾട്ടിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണ്? വോൾ ഈസ് ബെറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്ന് പറയുന്നതാണ്. അതായത് വോൾ ആയിട്ട് കാര്യങ്ങളെ കൺസിഡർ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് ജസ്റ്റാൾട്ട്. അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റാൾട്ട് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, the behavior of avoiding a noxious stimulus by a responder is called. സിമ്പിൾ ആൻസർ ആണ്, ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. Behavior of avoiding noxious stimulus. Option ഓപ്ഷൻ മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. ഓപ്ഷൻ ഏതാ പറയുന്നത്? ഓപ്ഷൻ 1 ആണ് വരാ. അയാൾ പറഞ്ഞത് ക്ലിയർ ആവുന്നില്ല, അതിന് ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഓപ്ഷൻ 1 ആണ്, അവോയ്ഡൻസ് ലേണിംഗ് ആണ് ഉത്തരം വരുന്നത്. എന്താണ് നോക്സിയുള്ള സ്റ്റിമുലൈനെ അവോയ്ഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ബിഹേവിയർ, അത് അവോയ്ഡൻസ് ലേണിംഗ് ആണ്. സിമ്പിൾ ആണ്, ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ, the forgetting of new learning due to previously acquired material is called. എന്താണ്? ഇന്റർഫറൻസ് ആണോ, ഇന്റർപൊളേഷൻ ആണോ, ഇന്റർലോക്കുലേഷൻ ആണോ, ഇന്ററാക്ഷൻ ആണോ? ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഒരു ബന്ധം ഇല്ലാത്ത എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്. എന്താടാ? ഇന്റർഫറൻസ് അല്ലേ? അതെ, ഇന്റർഫറൻസ് ആണ്. ഓപ്ഷൻ 1 ഇന്റർഫറൻസ് ആണ്. അത് രണ്ട് കൈൻഡ് ഓഫ് ഇന്റർഫറൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണത് പ്രൊആക്റ്റീവ് ഉണ്ട്, റെട്രോആക്റ്റീവ് ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും പറഞ്ഞിരുന്നു. പ്രൊആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയ ലേണിങ്ങിനാണ് പ്രശ്നം വരുന്നത് പഴയത് കാരണം. റെട്രോആക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ പഴയ മെമ്മറിക്കാണ് പ്രശ്നം വരുന്നത് പുതിയത് കാരണം. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർഫറൻസ് ആണ് ഉത്തരം വരിക. ഇതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫോർഗെറ്റിംഗ് ഓഫ് ന്യൂ ലേണിംഗ് ഡ്യൂ ടു പ്രീവിയസ് ലേണിംഗ്, ഇതിന്റെ ഓപ്ഷനിൽ പ്രൊആക്റ്റീവ് എന്നും റെട്രോആക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? അതെ, പ്രൊആക്റ്റീവ്. കാരണം ഇവിടെ പറയുന്നത് ഫോർഗെറ്റിംഗ് ഓഫ് ന്യൂ ലേണിംഗ് ആണ് പറഞ്ഞത്. ന്യൂ ലേണിംഗിലാണ് അവിടെ പ്രശ്നം വരുന്നത് പഴയത് കാരണം. അപ്പൊ പ്രൊആക്റ്റീവ് ആണ്. സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ പ്രൊആക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ ജനറൽ ആയിട്ട് അവർ 4 ടേം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്റർഫറൻസ് ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, information organized in long-term memory stores is aided by the reminders which direct memory search to appropriate parts of the LTM repository. These are called. എന്താണ്? അതെ, എന്റെ റേഞ്ചിലാണോ ഇയാളെ റേഞ്ചിലാണോ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഇയാൾ പറയുമ്പോൾ കട്ടായിട്ട് അയക്കുന്നത് റിട്രീവൽ ക്യൂസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞത്. റിട്രീവൽ ക്യൂസ് തന്നെയാണ് ഉത്തരം. ലോങ് ടേം മെമ്മറിയിലുള്ള സംഭവങ്ങളെ ഓർത്തെടുക്കാൻ ഒന്നുകൂടെ എളുപ്പമാക്കുന്നത് റിട്രീവൽ ക്യൂസ് കാരണമാണ്. ഓപ്ഷൻ എ റിട്രീവൽ, ഓപ്ഷൻ എ അഥവാ ഓപ്ഷൻ 1 റിട്രീവൽ ക്യൂസ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, the cat which mews to a doorbell and not a phone ring is exhibiting the learning phenomena of. എന്താണ്? ഡോർബെല്ലിനെ മ്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ ഫോണിനില്ല. അപ്പൊ അവിടെ ഏത് കൈൻഡ് ഓഫ് ഒരു പ്രിൻസിപ്പിൾ ആണ് അത് അവിടെ കാണിക്കുന്നത് പൂച്ച? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണോ? അതെ, അതന്നെയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. നമ്മള് മറ്റേ ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ചില സമയത്ത് സ്റ്റിമുലസ് ഈ ഈവൻ ഇപ്പൊ ഡോഗിന്റെ കേസ് തന്നെ എടുക്കുമ്പോ ആ ബെല്ലായിരുന്നു അവിടെ CS. ഇപ്പൊ ബെല്ലിന്റെ പോലുള്ള വേറൊരു സൗണ്ട് കേട്ടാലും ആ ഡോഗ് അതിനെ അവിടെ റെസ്പോണ്ട് ചെയ്യും ചില സമയങ്ങളിൽ. അതിന് നമ്മൾ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞിരുന്നു. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോ എന്താ, പിന്നെ അത് മനസ്സിലാക്കാണ് ഇത് ബെല്ല്,
ഇതാണ് ബെല്ല്. മറ്റത് എന്തോ വേറെ എന്തോ ഫോൺ റിങ് ചെയ്യുന്ന അങ്ങനെയുള്ള ആ ഒരു 2 സ്റ്റിമുലസിനെ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നത് അത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ ഇവിടെ കാറ്റ് ഷോ ചെയ്യുന്നത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Assigning test conditions to one group of participants while keeping others as neutral to test the effect of variable under study is a practice in research. The group not to assigned test conditions would be known as. Okay. എന്താണ് അതായത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടാവും, മറ്റേതിൽ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ കൊടുക്കാത്ത നോട്ട് അസൈൻഡ് ടെസ്റ്റ് കണ്ടീഷൻസ് കൊടുക്കാത്ത ഗ്രൂപ്പിന് എന്ത് പേര് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറയാ? ഓപ്ഷൻ 3. അതെ, ഓപ്ഷൻ 3 ആണ്. കൺട്രോൾ ഗ്രൂപ്പ് ആണ്. ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാത്ത അല്ലെങ്കിൽ ടെസ്റ്റ് കണ്ടീഷൻസ് കൊടുക്കാത്ത ഗ്രൂപ്പിന്, ന്യൂട്രലായി നിർത്തുന്ന ഗ്രൂപ്പിന് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഗ്രൂപ്പിന് എന്ത് പറയും? എന്താ പറയാ? എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്നാണ് പറയാ. ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എക്സ്പെരിമെന്റൽ, കൊടുക്കാത്തത് ന്യൂട്രൽ ആയി നിർത്തുന്നത് കൺട്രോൾ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കാത്തതാണ്, നോട്ട് അസൈൻഡ് ടെസ്റ്റ് കണ്ടീഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ 3 കൺട്രോൾ ഗ്രൂപ്പ് ആണ് ഉത്തരം വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. The schedule of reinforcement in which reinforcement occurs only after a fixed number of responses have been emitted is called. ഏതാണ്? സിമ്പിൾ ആണ്. ഏതാണ്? ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ് ആണ്. അത് നമുക്ക് കിട്ടും. ഏതാ? നമ്പർ ഓഫ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈം പീരീഡ് ആണെങ്കിൽ അവിടെ ഇന്റർവെല്ലാണ്. നമ്പർ ഓഫ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ റേഷ്യോ ആണ്. പിന്നെ ഫിക്സഡ് ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഫിക്സഡ് റേഷ്യോ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. When libido is attached to or invested in an object, it is known as. ലിബിഡോ ഒരു ഒബ്ജക്റ്റിലേക്കോ ഓക്കെ അറ്റാച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് പേരാണ് പറയുന്നത്? കത്താർസിസ്. കത്താർസിസ് അല്ല, കത്തെക്സിസ് ആണ്. അവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. കത്തെക്സിസ് ആണ്. അതായത് ഞാൻ അതിന്റെ ചെറിയ ഡെഫിനിഷൻ വായിച്ചിടാം. Cathexis is a psychological term that refers to the investment of emotional energy such as libido into an object, person or activity. ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞ ലിബിഡോ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ കത്തെക്സിസ് എന്നാട്ടാ പറയുന്നത്. കത്താർസിസ് വേറെ സാധനമാണ്. അതും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കത്താർസിസിനെ കുറിച്ച് ഇതിൽ വരുന്നുണ്ട്, നമുക്ക് പിന്നെ പറയാം. ഇത് ഇപ്പൊ കത്തർസിസ് ആണ്, സോറി കത്തെക്സിസ് ആണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകരുത്. കത്തെക്സിസ്, ലിബിഡോ ഫ്രൂയിഡ് ഒക്കെ വരുന്നതാണെങ്കിൽ കത്തെക്സിസ്. അപ്പൊ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ 3 ആണ് വരിക. ക്വസ്റ്റ്യൻ. സ്കൂൾ ഓഫ് സൈക്കോളജി വിച്ച് എയിംഡ് ടു സ്റ്റഡി ദ അഡാപ്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ മൈൻഡ് ഈസ് കോൾഡ്. ഏതാ? അഡാപ്റ്റീവ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് വേണം കൊടുത്താൽ കിട്ടും. ഏതാണ്? ഫങ്ഷനലിസം അല്ലേ? അഡാപ്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ മൈൻഡ് അല്ലേ? മൈൻഡിന്റെ അല്ലെങ്കിൽ കോൺഷ്യസ്നസിന്റെ ഫങ്ഷൻ നോക്കുന്ന ബ്രാഞ്ച് എന്ന് പറഞ്ഞ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏതാണത്? ഫങ്ഷനലിസം ആണ്. ഓക്കെ, ബാക്കിയൊക്കെ സ്ട്രക്ചറലിസം ആണെങ്കിൽ സ്ട്രക്ചേഴ്സ് ആണ് നോക്കുന്നത്. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അവിടെ ഗോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരുന്നു. ബിഹേവിയർസ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ലേണിംഗ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസസ് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നായിരുന്നു. അഡാപ്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുമ്പോൾ ഫങ്ഷനലിസം ആണ്. ഓക്കെ, അപ്പൊ ഫങ്ഷനലിസം സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് ഉത്തരം വരിക. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. What can be calculated by comparing the performance of those who have obtained very low test scores with those who have obtained very high test scores? Okay. അല്ല, ഹൈ സ്കോർ ഉള്ള ആളുടെയും ലോ സ്കോർ ഉള്ള ആളുടെയും സ്കോർ വെച്ചിട്ട് തന്നിരിക്കുന്നതിൽ ഏതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ്. ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഹൈ സ്കോറുള്ള ആളെയും ലോ സ്കോറുള്ള ആളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് എന്ന് പറയാം. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ഹൈ സ്കോറുള്ള ആളുടെയും ലോ സ്കോറുള്ള ആളുടെയും സ്കോർസ് ആണ്.
അപ്പൊ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഡിഫിക്കൽട്ടി ഇൻഡെക്സ് എന്താ അങ്ങനെയാണെങ്കിൽ പറയാം. ഡിഫിക്കൽട്ടി ഇൻഡെക്സ് ഡിഫിക്കൽട്ടി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഐറ്റത്തിന്റെ ഡിഫിക്കൽട്ടി ഇൻഡെക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഐറ്റത്തിൽ എത്ര പേര് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതിന്റെ പ്രപ്പോർഷൻ നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഡിഫിക്കൽട്ടി കണ്ടുപിടിക്കും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡിഫിക്കൽട്ടി ഇൻഡെക്സ് എന്ന് പറയാം. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഹൈ സ്കോർ ലോ സ്കോർ വെച്ചിട്ട് അവര് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഐറ്റത്തിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് എന്ന് പറയാം. Question: excessive competitive drive, even when it is unnecessary, is observed in which of the following types of personality? 4 പേഴ്സണാലിറ്റി ടൈപ്പ് പറയുന്നുണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ടി. ഇതിൽ ഈ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഉള്ള പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണ്? ടൈപ്പ് എ. ടൈപ്പ് എ ആണ്. അവരെന്തായിരിക്കും? എപ്പോഴും ഭയങ്കര ഇങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും, പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഇംപേഷ്യന്റ് ആയിരിക്കും, അഗ്രസീവ്, അജൻസി, അങ്ങനെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ ടൈപ്പ് എ എന്ന് പറയും. ടൈപ്പ് ബി എന്താ? ടൈപ്പ് ബി കമ്പാരിറ്റീവ്ലി ഒന്നുകൂടെ റിലാക്സ്ഡ്, കാം ആയിരിക്കും, ഈസി ഗോയിങ്, അങ്ങനത്തെ ഉള്ളവരാണ് ടൈപ്പ് ബി. ടൈപ്പ് സി ആവുമ്പോഴോ അതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റിസർവ്ഡ് ടൈപ്പ് ആയിരിക്കും, ഇൻട്രോവേർട്ടഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളവരാണ് ടൈപ്പ് സി എന്ന് പറയാം. ടൈപ്പ് ഡി ആവുമ്പോൾ അവര് കുറച്ചുകൂടെ ആൻഷ്യസ്, ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ നെഗറ്റീവ് കൈൻഡ് ഓഫ് എമോഷൻസും കാര്യമുള്ള ആൾക്കാരാണ് ടൈപ്പ് ഡി. ഓക്കെ, അപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് ടൈപ്പ് എ ആണ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ 1 ആണ് ഉത്തരം വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഹാൻഡ് സൈലീസ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം, GAS നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ദ ഫൈനൽ സ്റ്റേജസ്, 3 സ്റ്റേജസ് ആണ് ആരും പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ ഫൈനൽ സ്റ്റേജ് ഏതാണ്? ഏതാണ്? എക്സോഷൻ. അതെ, എക്സോഷൻ ആണ്. ഒന്നാമത്തെ സ്റ്റേജ് 1, 2 ഏതാ? അലാം ആൻഡ് റെസിസ്റ്റൻസ്. അതെ, അലാം ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അലാം, റെസിസ്റ്റൻസ്, എക്സോഷൻ, ഇത് 3ഉം ആണ് ഹാൻഡ് സെല്ലിന്റെ GASൽ വരുന്ന സ്റ്റേജസ്. ഇതിൽ അലാം സ്റ്റേജിൽ എന്തുണ്ടാവും? ജസ്റ്റ് ഞാൻ വായിച്ചുതരാം. The initial response to stress characterized by the release of stress hormones like cortisol and adrenaline. സ്ട്രെസ്സിനോടുള്ള ആദ്യത്തെ ഒരു പ്രതികരണമാണ് അലാം സ്റ്റേജിൽ നടക്കുന്നത്. ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ അവിടെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആണ് റെസിസ്റ്റൻസ്. അവിടെ എന്ത് ചെയ്യും? നമ്മുടെ the body adapts to stress and stress hormones help to mobilize energy and resource to cope with stress. ഈ റിലീസ് ചെയ്തിട്ടുള്ള ഹോർമോണും കാര്യങ്ങളും കൊണ്ട് സ്ട്രെസ്സിനോട് എന്ത് ചെയ്യും? അഡാപ്റ്റ് ആവാൻ ശ്രമിക്കും ബോഡി. ലാസ്റ്റ് സ്റ്റേജ് ആണ് എക്സോഷൻ. The final stage where the body's resources are depleted and the individual becomes vulnerable to illness, fatigue and burnout. അതായത് ഈ റെസിസ്റ്റൻസ് സ്റ്റേജിൽ ഇത്രയൊക്കെ നമ്മൾ ബോഡി ഇങ്ങനെ എഫേർട്ട് ഇട്ടാ സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ എന്താവും? ബോഡിക്കുള്ള റിസോഴ്സസ് ഒക്കെ അവിടെ ഡിപ്ലീറ്റഡ് ആവും. അങ്ങനെ നമ്മുടെ ബോഡി ഇൽനെസ്സിന് വൾണറബിൾ ആവും. അതുപോലെ ഇൽനെസ് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഫാറ്റീഗ് ആവും, ബേൺഔട്ട് ആവും. ആ ഒരു സ്റ്റേജ് ആണ് എക്സോഷൻ, ലാസ്റ്റ് സ്റ്റേജ്. ആ പേര് പറയുന്ന പോലെ തന്നെ എക്സോസ്റ്റഡ് ആവും ആ സ്റ്റേജ്. അപ്പൊ ഇതാണ് 3 സ്റ്റേജ്: അലാം സ്റ്റേജ്, റെസിസ്റ്റൻസ് സ്റ്റേജ്, എക്സോഷൻ സ്റ്റേജ്. അപ്പൊ ഇന്ന സംഭവങ്ങളാണ് ഈ 3 സ്റ്റേജിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following questions would be most interest to a cognitive psychologist? ഏതായിരിക്കും കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റിന് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ്? ഏതായിരിക്കും? എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? 4 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഹൗ ഡു എ ചൈൽഡ് അക്വയർ ദ കൺസെപ്റ്റ് ഓഫ് കളർ? ആർ ഇൻട്രോവേർട്ടഡ് പീപ്പിൾ മോർ ലൈക്ലി ടു ബി ഹൈ സെൽഫ് മോണിറ്റേഴ്സ്? നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഇതിന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ആർ ഇൻട്രോവേർട്ടഡ് പീപ്പിൾ മോർ ലൈക്ലി ടു ബി ഹൈ സെൽഫ് മോണിറ്റേഴ്സ്? അവിടെ ഇൻട്രോവേർട്ടഡ് പീപ്പിളിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഏത് ഫീൽഡിലുള്ള സൈക്കോളജിസ്റ്റ് ആയിരിക്കും? പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റിലായിരിക്കും ഈ ഇൻട്രോവേർട്ടഡ് പീപ്പിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിലെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവുക. പിന്നെ 3ാമത്തെ ഓപ്ഷൻ, വാട്ട് മെക്കാനിസം ആർ ഇൻവോക്ഡ് ഇൻ ഹങ്കർ?
അതെന്തായിരിക്കും? അത് കുറച്ചുകൂടെ ഒരു ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓർ ബിഹേവിയറൽ ഫീൽഡിൽ വരുന്നവരായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. ദെൻ ഹൗ ഈസ് അൺകോൺഷ്യസ് റെപ്രസെന്റഡ് ഇൻ ഡ്രീംസ്, അത് കുറച്ചുകൂടെ ആരാണ് നമ്മൾ സൈക്കോ അനലിറ്റിക് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് ആ ഒരു ഫീൽഡ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻസിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ ഇതിൽ ഏതാണ്? അതിൽ ഓപ്ഷൻ എ ഉണ്ടല്ലോ, ഹൗ ഡസ് എ ചൈൽഡ് അക്വയർ ദ കൺസെപ്റ്റ് ഓഫ് കളർ. അവിടെ ഈ പെർസെപ്ഷൻ അല്ലെങ്കിൽ ലേണിങ് അതിനൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ സൂചിപ്പിക്കുന്നത്. ഒരു കളറിനെ ആ ഒരു കുട്ടി എങ്ങനെ അക്വയർ ചെയ്യും, ആ ഒരു കൺസെപ്റ്റ് ഓഫ് കളറിനെ. അപ്പൊ അതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് ഓപ്ഷൻസിൽ എ ഓൺലി ഉണ്ട്, എ എൻ സി ഉണ്ട്, സി ആൻഡ് ഡി ഉണ്ട്. സോറി. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം വരാം കേട്ടോ. എ ഓൺലി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ 1 ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ. Your weekly visit to your psychoanalyst begins with the instructions to say whatever comes into your mind. Which technique is being used by the psychoanalyst? ഏതാണ്? മനസ്സിൽ വരുന്നതെല്ലാം പറയാം. അതെ, തീർച്ചയായും ഫ്രീ അസോസിയേഷൻ ആണ്. നമുക്ക് എന്തും പറയാനുള്ള ആ ഒരു ഫ്രീഡം, ആ ഒരു ഫേസ്, ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്, അവരുടെ ആ ഒരു ടെക്നിക്, അത് ഫ്രീ അസോസിയേഷൻ ആണ്. അത് മെയിൻലി പറയുന്ന പോലെ സൈക്കോ അനലിറ്റിക് തെറാപ്പിയിലാണ് ഫ്രീ അസോസിയേഷൻ കാണാറ്. അപ്പൊ ഫ്രീ അസോസിയേഷൻ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ. Ravi believes that experiences throughout his life continually changes personality. Which theorist would probably not agree with it? Not agree. ആരാണ്? ആരായിരിക്കും ഇതിലൊരാൾ? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 തന്നെയാണ്. കാരണം ഓഡ് വൺ ഔട്ട് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ബാക്കി 3 ബിഹേവിയറൽ സൈക്കോളജിസ്റ്റ് ആണ്, ബിഹേവിയറൽ സ്കൂൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഫ്രോയിഡ് മാത്രമാണ് ഇതിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് വഴി പേഴ്സണാലിറ്റി ഷേപ്പ് ആവപ്പെടുന്നു എന്നുള്ളതാണ് രവി ബിലീവ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ബിഹേവിയറിസം റിലേറ്റഡ് ആയിട്ട്, ബിഹേവിയർ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഇതിൽ സ്കിന്നർ ആയാലും പാവ്ലവ് ആയാലും വാട്സൺ ആയാലും ബിഹേവിയറിസ്റ്റ് ആണ്. ഫ്രോയിഡ് മാത്രമാണ് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് അതിനകത്തുള്ളത്. ആൻഡ് ഫ്രോയിഡിന്റെ ഇതിൽ പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമ്മളെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി ആള് കാണുന്നത്. അപ്പൊ ഇതിൽ ഫ്ലൂയിഡ് ആണ് ഉത്തരം. നോട്ട് എഗ്രി ചെയ്യുന്നത് ഫ്ലൂയിഡ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് സൈക്കോളജിസ്റ്റ് വുഡ് ബി മോസ്റ്റ് ലൈക്ലി ടു കണ്ടക്ട് എ സ്റ്റഡി ഓഫ് ചാലഞ്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് വിത്ത് ഇൻക്രീസിംഗ് ഏജ്? ആ ഒരു ഇൻക്രീസിംഗ് ഏജ്, ആ ഒരു ടേം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ആരായിരിക്കും? ഡെവലപ്മെന്റിലാണ്, കമ്മ്യൂണിറ്റിയാണ്, ഓർഗനൈസേഷനാണ്, പേഴ്സണാലിറ്റിയാണ്? അതെ, ഡെവലപ്മെന്റിലാണ്. നമ്മൾ ഓരോ ഫേസ് ഓഫ് ലൈഫിൽ, ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിൽ നമുക്ക് എന്തൊക്കെ മെന്റൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, കോഗ്നിറ്റീവ് ആയിക്കോട്ടെ, ആ ഒരു ഈ പറയുന്ന പോലെ ഇൻക്രീസിങ് ഏജ്, പ്രായം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജസിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചും കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് സ്റ്റഡി ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റുകളാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡെവലപ്മെന്റൽ ഫീൽഡിലാണ് ഈ പറയുന്ന സംഭവം, അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി ടു കണ്ടക്ട് സ്റ്റഡി ഡെവലപ്മെന്റൽ ഫീൽഡിലാണ് വരുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. The field of artificial intelligence is most closely related to which psychological approach? Artificial intelligence ഏതിലായിരിക്കും? ഏത് അപ്രോച്ചിലായിരിക്കും? ആണ്, കോഗ്നിറ്റീവ് തന്നെയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് തന്നെ ഏതിന്റെ അണ്ടറിൽ വരുന്നത്? ആ കോഗ്നിറ്റീവിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ കോഗ്നിറ്റീവ് അപ്രോച്ചിന്റെ അണ്ടറിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഫീൽഡ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 24ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following methods relies at least on
sorry, which of the following method relies least on representative sampling? Least ഏതാണ്? കേസ് സ്റ്റഡി ആണ്. കാരണം നമുക്കറിയാം കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരാളെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡി ആണ്. അത് നമ്മളിങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്തുള്ള മെത്തേഡ് അല്ലല്ലോ കേസ് സ്റ്റഡി. ബാക്കി നോക്കി എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, സർവേ ആയിക്കോട്ടെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ റെപ്രസെന്റേറ്റീവ് സാമ്പിളിന് വഴി സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ടാണ് ആ പറഞ്ഞ മൂന്നും കണ്ടക്ട് ചെയ്യുന്നത്. ഈ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല. അപ്പൊ ഓപ്ഷൻ സി ആണ്, കേസ് സ്റ്റഡി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ. Imagine you are conducting an experiment to the test effects of video gaming on learning and attention. You select 4 groups A, B, C, and D with following video gaming hours. Which of the following groups serves as a control group in the experiment? കൺട്രോൾ ഗ്രൂപ്പ് എന്താണ്, എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എന്താണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നതിൽ കൺട്രോൾ ഗ്രൂപ്പ് ഏതായിരിക്കും? ഗ്രൂപ്പ് എ. അതെ, ഗ്രൂപ്പ് എ ആണ്. കാരണം എന്താ, ബാക്കി 3 ഗ്രൂപ്പിനും വീഡിയോ ഗെയിം ഫോർ 1 അവർ, 3 അവർ, 6 അവർ വേരി ആവുന്നുണ്ടെങ്കിലും അവിടെ ടെസ്റ്റ് കണ്ടീഷൻ അവരിൽ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് വീഡിയോ ഗെയിം എന്ന് പറയുന്ന അവർ കൊടുക്കപ്പെടുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് 3 ആൾക്കും ഉണ്ട്. അപ്പൊ ഇതില് ന്യൂട്രൽ ആയി ഒന്നുമില്ല, അതായത് ട്രീറ്റ്മെന്റ് കൊടുക്കപ്പെടാത്ത ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എ ആണ്. അപ്പൊ അതാണ് ഗ്രൂപ്പ് എ ആണ് ഇവിടെ കൺട്രോൾ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ വരുന്നത് 4 ആണ്. എ ഓൺലി എന്ന് പറയുന്നതാണ് ഉത്തരം വരിക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, 26ാമത്തെ ക്വസ്റ്റ്യൻ. Which type of measures are EEG and GSR? ഏതാണ്? ഏതാ ഉത്തരം വരാ? EEG ഒക്കെ എന്താ? ഏതാണോ? ഫിസിയോളജിക്കൽ അല്ലേ? അതെ, ഫിസിയോളജിക്കൽ തന്നെയാണ്. EEG പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോഎൻസെഫലോഗ്രാം, GSR എന്ന് പറയുമ്പോൾ ഗാൽവാനിക് സ്കിൻ റെസ്പോൺസ്. ഇത് രണ്ടും നമ്മളെ ബോഡിയിൽ റിലേറ്റഡ് അല്ലെങ്കിൽ ബ്രെയിനിന്റെയോ സ്കിന്നിന്റെ അങ്ങനെ ആ ഒരു ബയോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. അപ്പൊ ഇതെന്തായാലും ഫിസിയോളജിക്കൽ ആണ്, സെൽഫ് റിപ്പോർട്ട് അല്ല. സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ആൻസർ ചെയ്യുക ആ ഒരു കൈൻഡ് ഓഫ് ആണ്. സെൽഫ് റിപ്പോർട്ട് അല്ല, ബിഹേവിയറലും അല്ല, പ്രൊജക്റ്റീവും അല്ല. അപ്പൊ ഫിസിയോളജിക്കൽ ആണ് ഉത്തരം വരുന്നത്. EEG, GSR ഒക്കെ ഫിസിയോളജിക്കൽ മെഷേഴ്സ് ആണ്. അടുത്തൊരു 27ാമത്തെ ക്വസ്റ്റ്യൻ. സെൻസറി ഈസ് ടു മോട്ടോർ ആസ് റിസപ്റ്റർ ഈസ് ടു ഡാഷ്. ഏതാണ്? എഫക്ടർ. അതെ, എഫക്ടർ ആണ്. സെൻസറി മോട്ടർ എങ്ങനെയാണ് അതുപോലെയാണ് എഫക്ടറിന് റിസപ്റ്റർ. അപ്പൊ അതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം, എഫക്ടർ ആണ് ഉത്തരം വരുന്നത്. പറഞ്ഞ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പം അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര എളുപ്പം, നമുക്ക് ഇങ്ങനെ ഉത്തരം പറഞ്ഞു പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇയറിൽ കോമ്പറ്റീഷൻ ഭയങ്കര ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായത് കൊണ്ട് തന്നെ നല്ല കട്ട് ഓഫ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായാലും പ്രശ്നമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is not a part of the nervous system? nervous systemത്തിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? സൊമാറ്റിക് ആണോ, സിംബോളിക്? അതെ, സിംബോളിക് ആണ്. ഓപ്ഷൻ സി ആണ് സിംബോളിക്. കാരണം ബാക്കി 3ഉം നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, സെൻട്രൽ, സൊമാറ്റിക് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. സിംബോളിക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനെ സാധനം ഇല്ല. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. വേറെ സിംബോളിക് ആണ് ഇതിലല്ലാത്തത്, നോട്ട് എ പാർട്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ. You are walking through a forest and a bear jumps out at you. The nervous system that is immediately called into play is the dash. ഒരു ത്രെട്ട് വരുമ്പം പെട്ടെന്ന് ആക്ടിവേറ്റ് ആവുന്ന നെർവസ് സിസ്റ്റം ഏതാണ്? ഗ്ലിയൽ, പാരാസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക്, സൊമാറ്റിക്.
ഏതാണോ? ഏതാണ്? നമ്മൾ പണ്ട് മുതലേ ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഈ സംഭവം ഒന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആ ഫിഗർ വെച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂളിലേ പഠിക്കുന്നുണ്ട്. ഒരു പട്ടി മുന്നിൽ ചാടി കഴിഞ്ഞാൽ ആദ്യം ആക്ടിവേറ്റ് ആവുന്ന നെർവസ് സിസ്റ്റം ഏതാണ്ട് സിമ്പത്തറ്റിക് ആണ് ഗൈസ്. നമുക്കൊരു ത്രെട്ട് പെട്ടെന്ന് വരുമ്പോ അവിടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്റ്റീവ് ആവുക. നമ്മൾ പഠിച്ചിട്ട് അതിലിങ്ങനെ ഓരോ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും, എന്താ റെസ്പിറേഷൻ കൂടും, അങ്ങനെ അങ്ങനെ കുറെ അവിടെ ആ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്ന ഇവന്റ്സ്. അത് കഴിഞ്ഞ് ത്രെഡ് പോയി കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അവിടെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരും, ഡൈജഷൻ കൂടും, അങ്ങനെ അങ്ങനെ പറയുന്നത് പാരാസിമ്പത്തറ്റിക്. അങ്ങനെ രണ്ട് സാധനം അതിന്റെ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് പെട്ടെന്ന് ത്രെട്ട് വരുമ്പോ ആക്ടിവേറ്റ് ആവുന്ന സിമ്പത്തറ്റിക്, പിന്നെ ആ ത്രെട്ട് മാറിക്കഴിയുമ്പോൾ പാരാസിമ്പത്തറ്റിക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കുറച്ച് ഫൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ടെലിവിഷൻ സിസ്റ്റം ഈസ് അനലോഗസ് ടു എ ഡെൻഡ്രൈറ്റ്? ഡെൻഡ്രൈറ്റ് അനലോഗസ് ആയിട്ടുള്ള ടെലിവിഷൻ സിസ്റ്റം ഏതാണെന്നാണ്. ടി വി ട്രാൻസ്മിറ്റർ ആണോ, ടി വി ട്രാൻസ്മിറ്ററിന്റെ ആന്റിന ആണോ, ടി വി സെറ്റിന്റെ ആന്റിന ആണോ, അതോ ടി വി സെറ്റ് ആണോ? ഏതാണ്? അതിന് ആദ്യം നമുക്ക് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന്. ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുന്നത്? അടുത്തുള്ള ന്യൂറോണിന് സിഗ്നൽ ഇങ്ങനെ വാങ്ങുന്ന പാർട്ടാണല്ലോ ഡെൻഡ്രൈറ്റ്. അപ്പൊ അതിന്റെ സിമിലർ ഫംഗ്ഷൻ ഉള്ള സംഭവം അനലോഗസ് ആയിട്ട് താഴെ ഓപ്ഷൻ ഏതാ? ഏതാണ്? വേറെ സ്ഥലത്ത് നിന്ന് സിഗ്നൽ വാങ്ങിയിട്ട് ടിവിക്ക് കൊടുക്കുന്നതിൽ ഏത് പാട്ടാ? ടി വി സെറ്റിന്റെ ആന്റിനയാണ്. ആന്റിന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ റേഡിയോയിലൊക്കെ നിങ്ങൾ ആന്റിന കണ്ടിട്ടുണ്ടാവും. രണ്ട് ഇങ്ങനെ കൊമ്പ് പോലെയുള്ള സാധനം ഉണ്ടാവുമല്ലോ, അതാണ് ആന്റിന. ഈ ആന്റിനയുടെ പണി എന്താ? എൻവിറോൺമെന്റിൽ നിന്ന് ആ ഒരു സിഗ്നൽ വാങ്ങിയിട്ട് അതിനെ റേഡിയോ അല്ലെങ്കിൽ ഈ ടി വി എന്തായിക്കോട്ടെ ആ സാധനത്തിലേക്ക് ആ ഒരു സിഗ്നലിനെ കൊടുക്കുന്നതാണ് ആന്റിനയുടെ പണി. അപ്പൊ ഇവിടെ ഡെൻഡ്രൈറ്റ് അതന്നെ ചെയ്യുന്നത്. അപ്പുറത്തെ ന്യൂറോണിന്ന് ഒരു ഇമ്പൾസ് വാങ്ങിയിട്ട് ഈ ന്യൂറോണിലേക്ക് കൊടുക്കുന്നത് ആ ഒരു പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. അപ്പൊ ഇവിടെ ടി വി സെറ്റിന്റെ ആന്റിന, ടി വി സെറ്റ്സ് ആന്റിന. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഇപ്പൊ സി ഓൺലി എന്ന് പറയുന്നതാണ് ഉത്തരം. അപ്പൊ ഓപ്ഷൻ ബി ആണ്, സി ഓൺലി എന്ന് പറയുന്നതാണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. An action potential is accompanied by. Okay, action potential. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താ ഉണ്ടാവുക? ഇന്റീരിയർ പോസിറ്റീവ് ആവോ, അതോ ഇന്റീരിയർ നെഗറ്റീവ് ആവോ, അതോ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ ആവോ, വൈറ്റ് മാറ്റർ ഗ്രേ മാറ്റർ ആവോ? ഒരു നോർമൽ സ്റ്റേറ്റില് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിന്റെ ടൈമില് ഒരു സെല്ലിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ അകത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നോർമലി ഒരു സെല്ലിന്റെ അകത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു ഇമ്പൾസ് കടന്നു പോകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു എന്താ റിവേഴ്സ് ഓഫ് ചാർജ് ഉണ്ടാവും. ഓക്കെ, എന്താവും? പോസിറ്റീവ് അകത്തും നെഗറ്റീവ് പുറത്തും ആയിട്ട് ആ ഒരു മാറ്റം അവിടെ ആ ഒരു ചാർജിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? സെല്ലിന്റെ ഇന്റീരിയറിൽ നോർമലി നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ മെസ്സേജ് കടന്നു പോകുന്ന സമയത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ ടൈമിൽ അകത്ത് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആ ഒരു കുറച്ച് നേരത്തേക്ക്. അപ്പൊ ഇതില് ഉത്തരം വരുന്നത് ഓപ്ഷൻ 1 ആണ്. സെൽസ് ഇന്റീരിയർ ബിക്കമിങ് പോസിറ്റീവ് ആണ് ഉണ്ടാവുന്നത്. ഓപ്ഷൻ 1 ആണ് ആൻസർ. നമുക്ക് 40 ക്വസ്റ്റ്യൻ ആയിട്ട് നിർത്താം കേട്ടോ. ടോട്ടൽ 75 അല്ലേ? 40 എടുത്താത്ത ക്ലാസ്സിലെ 35. ആ തെറ്റാണ്, 40 ആയിട്ട് നിർത്താം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ 32. മാച്ച് ദ ഫോളോയിങ് ആണ്. ടെസ്റ്റിംഗ് റിലേറ്റഡ് തന്നെയാണ്. കണ്ടന്റ് വാലിഡിറ്റി ഉണ്ട്, കറന്റ് വാലിഡിറ്റി ഉണ്ട്, പ്രഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ട്, ഫേസ് വാലിഡിറ്റി ഉണ്ട്. നമുക്ക് പറഞ്ഞ നമ്മള് സാധാരണ ചെയ്യാറുള്ള മെത്തേഡ് നമുക്ക് അറിയുന്നത് വെച്ച് തുടങ്ങാം. ഓക്കെ, എല്ലാം അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന 2 വെച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മാക്സ് ദ ഫോളോയിങ് അധികം അങ്ങനെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഫേസ് വാലിഡിറ്റിയും തുടങ്ങാം. ഫേസ് വാലിഡിറ്റി എന്താ? ഫേസ് വാലിഡിറ്റി എന്താ സാധനം? ജസ്റ്റ് അതിന്റെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അത് കാണുമ്പോ തന്നെ
നമുക്കത് വാലിഡ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ഫേസ് വാലിഡിറ്റി ഉള്ളത്. ഇതിലേതാണ് pertains to whether the test appears valid to examiners who take it. അപ്പിയേഴ്സ് ജസ്റ്റ് ആ ടെസ്റ്റ് കാണുമ്പോൾ തന്നെ അത് വാലിഡ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടോ, അയാൾക്ക് ടെസ്റ്റ് ടേക്കേഴ്സ് എക്സാമിനേഴ്സിന് അത് അപ്പിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഫേസ് വാലിഡിറ്റി. ഇതില് ഡി വരുന്നത് 1 ആണ്. പിന്നെ നമുക്കൊന്നുകൂടെ കണ്ടന്റ് വാലിഡിറ്റി ഐ തിങ്ക് കുറച്ച് എളുപ്പമായിരിക്കും. കണ്ടന്റ് പ്രെഡിക്റ്റ് നിങ്ങൾക്ക് മേ ബി കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് രണ്ടെണ്ണമായിരിക്കും. അപ്പൊ കണ്ടന്റ് വാലിഡിറ്റി നോക്കാം. കണ്ടന്റ് വാലിഡിറ്റി എന്താ? A systematic examination of test to determine whether it covers a representative sample of behavior. Okay, ഒരു representative sample behavior ടെസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിൽ ഇത് ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളതാണ് കണ്ടന്റ് വാലിഡിറ്റി. അപ്പൊ ഇതില് ഓപ്ഷൻ എ വരുന്നത് 2 ആയിട്ടാണ്. ഓക്കെ, ഇത് 2 വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ഏതൊക്കെ നമുക്കിപ്പോ കിട്ടി? എ 2 ആണെന്ന് കിട്ടി. എ 2 ആണെന്ന് കിട്ടിയതിൽ തന്നെ നമുക്ക് ഉത്തരമായിട്ടുണ്ട്. എ 2 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്നാലും ബാക്കി നോക്കാം. എ 2, ഡി വരുന്നത് 1. എ 2, ഡി 1. പിന്നെ ഏതാണ്? ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. ബി എന്ന് പറഞ്ഞാൽ കൺകറന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് വിത്ത് അനദർ മെഷർ മാപ്പിംഗ് സെയിം ബിഹേവിയർ. ഓക്കെ, സെയിം ബിഹേവിയർ മാപ്പ് ചെയ്യുന്ന വേറൊരു ടെസ്റ്റുമായിട്ടുള്ള ഈ ടെസ്റ്റിന്റെ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിന്റെ വാലിഡിറ്റി എന്നാണ് കൺകറന്റ് വാലിഡിറ്റി. ബി 3. ദെൻ സി 4. എന്താണ്? പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. effectiveness of test in forecasting an individual performance. Predictive, നമുക്ക് ഒരാളുടെ എന്താ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. അപ്പം സി 4. അപ്പൊ ഇതില് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞല്ലോ അല്ലെ. 33ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following structures is not part of the central core of human brain? ഹ്യൂമൻ ബ്രെയിനിന്റെ സെൻട്രൽ കോറിലെ പാർട്ട് അല്ലാത്ത, എല്ലാ ബ്രെയിനിന്റെ പാർട്ടാണ്, സെൻട്രൽ കോറിലെ പാർട്ട് അല്ലാത്തത് ഇതാണ്. എന്റെ കാണുമ്പോൾ തന്നെ റോഡ് 1 ആയിട്ട് നിൽക്കുന്ന ആരാ? ഏതാണ്? കേട്ടില്ലടാ. പോൺസ് ആണോ എന്നാണ് ചോദിച്ചത്. പോൺസ് അല്ല. പോൺസ് ഞാൻ അങ്ങനെ കേട്ടത് അറിയില്ല. പോൺസ് അല്ല. ഏതായാലും ഉത്തരം വരുന്നത് ടെമ്പോറൽ ലോബാണ്. കാരണം അത് നമ്മള് പൊതുവെ ലോബ്സിന്റെ കാറ്റഗറി നോക്കുമ്പോഴാണ് പറയാറ് ടെമ്പോറൽ ലോബ്സ് പറ്റില്ല പറയിട്ടില്ല അങ്ങനെ. പക്ഷെ കോർ ബ്രെയിൻ പാർട്സ് ചോദിക്കുമ്പോ ബ്രെയിനിന്റെ പാർട്ട്, അതും സെൻട്രൽ കോറിലെ പാർട്സ് ചോദിക്കുമ്പോ ടെമ്പോറൽ ലോബ് പാർട്ടായിട്ടാണ് ലോബായിട്ടാണ് പറയുന്നത്. ടെമ്പോറൽ ലോബ് അല്ല. നോട്ട് എ പാർട്ട് എന്ന് പറയുമ്പോൾ ഇത് ടെമ്പോറൽ ലോബാണ്. ബാക്കി 3ഉം സെൻട്രൽ കോറിലെ പാർട്സ് ആണ്. മിഡിൽ ആയിക്കോട്ടെ, പോൺസ് ആയിക്കോട്ടെ, ഹൈപ്പോത്തലാമസ് ആയിക്കോട്ടെ. അപ്പൊ ഇതിൽ ഉത്തരം ടെമ്പോറൽ ലോബാണ് വരുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ. The brain's interpretation of neural impulse from receptors defines. Okay, ഈ വരുന്ന സെൻസറി ഇൻഫർമേഷനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും? ഇന്റർപ്രിട്ടേഷൻ, സെൻസറി ഇൻഫർമേഷന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? മൈക്ക് ഓൺ ആക്കി പറയട്ട. സെൻസേഷൻ അല്ലല്ലോ. അല്ല, സെൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സെൻസ് ചെയ്യുന്ന, ഡിറ്റക്ട് ചെയ്യുന്നതിനാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രെയിനിൽ വെച്ച് നടക്കുന്ന അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാൾ എന്നെ തല്ലാണ്, ആ തല്ല് കിട്ടുന്നത് എന്റെ സെൻസേഷൻ, ആ ഒരു പെയിൻ അവിടെ സെൻസേഷൻ. പക്ഷെ എന്റെ ബ്രെയിന് ഓക്കെ ഇത് പെയിൻ ആണ് അല്ലെങ്കിൽ തല്ലിയതാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെന്താ പേര് പറയാ? പെർസെപ്ഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. ആ ഒരു ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതൊരു പെയിൻഫുൾ ആയ സംഭവമാണ് അല്ലെങ്കിൽ ഇതൊരാളെന്നെ തല്ലിയതാണ് എന്നുള്ളത് ബ്രെയിനിൽ എത്തുമ്പോൾ ആ ഒരു ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യാണ്, അതവിടെ പെർസെപ്ഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. The minimum amount of light energy that must be present for vision is called. ഒരു നമ്മുടെ കാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് ലൈറ്റ് എനർജി എന്ത് പറയും?
ലൈറ്റ് എന്നല്ല, പൊതുവെ ഒരു സാധനത്തിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ട ആ ഒരു മിനിമം എനർജി, അതിന് നമ്മൾ എന്താ പേര് പറയാറ്? എന്താണ്? ഇതൊന്നും നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞത് തെറ്റാ. ഒരു സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ട ഒരു മിനിമം അതിന്റെ ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, നമ്മൾ അബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്നല്ലേ പറയാ? ഓക്കെ, അതന്നെയാണ് അബ്സല്യൂട്ട് ത്രെഷോൾഡ് തന്നെയാണ്. ഇവിടെ ലൈറ്റിന്റെ കേസ് നമ്മൾ സ്പെസിഫിക് ആയി ചോദിച്ചു, ലൈറ്റ് എന്നല്ല, ഏതൊരു സ്റ്റിമുലസ് ആയിക്കോട്ടെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് വേണ്ട മിനിമൽ, ആ ഒരു സ്റ്റിമുലസിന് മിനിമൽ ആയിട്ടുള്ള വേണ്ട എനർജിയെ നമ്മൾ അബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്നാണ് പറയാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 36. ഇതിപ്പോ എന്താ പെട്ടെന്ന് കഴിയല്ലോ. 36ാമത്തെ ക്വസ്റ്റ്യൻ. The reduced sensitivity of a sense organs to prolonged stimulation is called sensory dash. prolonged ആയിട്ടൊരു സ്റ്റിമുലസിന് നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെട്ടോണ്ടിരിക്കുക, അപ്പൊ സ്വാഭാവികമായിട്ട് അതിനുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് കുറയും. അതിനെന്താ പറയാ? സെൻസറി എന്തെന്നാണ് ഇതിന് പറയാ? സെൻസറി അഡാപ്റ്റേഷൻ ആണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ഡെയിലി ലൈഫിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ഇപ്പം ഇവിടെ നിന്ന് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇടയിൽ ഒരു ചാല് വരുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ അതുവഴി പാസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ മൂക്കുത്തുമായിരുന്നു നാറ്റം കാരണം. പിന്നെ പിന്നെ എന്താ, നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആയി. പിന്നെ ആ ഒരു എന്താ പറയാ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ദുർഗന്ധം എന്ന് പറയുന്ന സ്റ്റിമുലസിനോട് നമ്മൾ എപ്പോഴും എക്സ്പോഷർ കിട്ടി 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 എന്തായി, നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആയി. പിന്നെ നമുക്കതൊരു അതിനോടുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് അവിടെ കുറയാണ്. നമ്മൾ അതിനോട് അഡാപ്റ്റ് ആയി. സെൻസറി അഡാപ്റ്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സെൻസറി അഡാപ്റ്റേഷൻ ആണ് ഉത്തരം വരുന്നത്. ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ. The part of the eye that controls the size of the pupil is known as. Okay, pupilന്റെ സൈസ് കൺട്രോൾ ചെയ്യുന്ന ഐന്റെ പാർട്ട് ഏതാണ്? അതെ, ഓപ്ഷൻ ബി ആണ്. ഐറിസ് തന്നെയാണ് ഉത്തരം വരുന്നത്. ഐറിസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ പ്യൂപ്പിളിന്റെ സൈസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഏതൊക്കെ വരുന്നുണ്ട്? കോർണിയ വരുന്നുണ്ട്, റെറ്റിന വരുന്നുണ്ട്, ലെൻസ് വരുന്നുണ്ട്. കോർണിയ എന്ത് ചെയ്യും? കോർണിയ എന്ന് പറയുന്നത് ട്രാൻസ്പാരന്റ് ഔട്ടർ ലെയർ ഓഫ് ദ ഐ ദാറ്റ് ഹെൽപ്സ് ഫോക്കസ് ലൈറ്റ്. ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മൾ കണ്ണിന്റെ പുറത്തെ ഏറ്റവും ഔട്ടർ ലെയർ ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ലെയർ ആണ് കോർണിയ. റെറ്റിന എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇന്റർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ്. ഈ പറഞ്ഞ ഫോട്ടോ റിസെപ്റ്റേഴ്സും കാണപ്പെടുന്ന ആ ഒരു ലെയർ ആണ് റെറ്റിന. പിന്നെ ലെൻസ് നമുക്കറിയാം എന്താണ്, റെറ്റിനയിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ക്ലിയർ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറന്റ് ആ ഒരു പാർട്ട് ഓഫ് ഐ ആണ് ലെൻസ്. അപ്പൊ ഐറിസ് എന്ന് പറയുന്നതാണ് ഇവിടെ പ്യൂപ്പിളിന്റെ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന പാർട്ട്. ഓപ്ഷൻ ബി ഐറിസ് ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ. Which of the following describes the path of a neural impulse from the sense organ to the brain? ആ ഒരു സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. Path of neural impulse from the sense organ to the brain. ഇതാണ് ആദ്യം ഒരു സെൻസ് വരുമ്പോ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? റിസീവ് ചെയ്യണ്ട ഒരു സെൻസിനെ. അപ്പൊ അത് ഏത് സെല്ലായിരിക്കും? റിസീവ് ചെയ്യുന്ന സെല്ലിനെ നമ്മൾ എന്ത് പറയും? റിസെപ്റ്റർ സെല്ലാണ്. റിസെപ്റ്റർ സെല്ലാണ് ഇതിൽ ഒന്നാമത് വരും. ആദ്യം നമ്മൾ അതിന് ആ ഒരു സെൻസിനെ നമ്മൾ അവിടെ റിസീവ് ചെയ്യും, അപ്പൊ റിസെപ്റ്റർ സെൽ. ദെൻ രണ്ടാമത് വരുന്ന ആള് ബൈപോളാർ സെല്ലാണ്. രണ്ടാമത് വരുന്ന ബൈപോളാർ സെല്ലാണ്. മൂന്നാമത് ഗാംഗ്ലിയോൺ സെല്ലാണ് വരിക. ദെൻ ഏറ്റവും ലാസ്റ്റ് ആണ് ഒപ്റ്റിക് നെർവ് വരുന്നത്. നാലാമതായിട്ടാണ് ഒപ്റ്റിക് നെർവ് വരുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഈ ഒരു ഓർഡർ എന്താണ്? പാത്ത് ഓഫ് ന്യൂറൽ ഇമ്പൾസ് ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ആദ്യം റിസെപ്റ്റർ സെല്ല്, പിന്നെ ബൈപോളാർ സെല്ല്, പിന്നെ ഗാംഗ്ലിയോൺ, ഏറ്റവും ലാസ്റ്റ് ഒപ്റ്റിക് നെർവ്.
ഓർഡർ എങ്ങനെയാണ്? ബി ഡി സി എ. ഓക്കെ, ബി ഡി സി. ഓക്കെ, ഓപ്ഷൻ 3 ആണ് ബി ഡി സി എ വരുന്നത്. ഓപ്ഷൻ 3 ആണ് ഉത്തരം വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Okay. Perceiving a text as words on a page rather than as a black and white piece of paper illustrates which principle of Gestalt? ഒരു പേപ്പറിൽ എഴുതി കാണുമ്പോ എന്താ? ഇത് കുറച്ച് കറുത്ത പേപ്പർ, വെളുത്ത പേപ്പർ അങ്ങനെ അല്ലാതെ ഒരു വെള്ള പേപ്പറിൽ കറുപ്പുകൊണ്ട് എഴുതിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റാൾട്ടിന്റെ ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്? ഏതാ? ഏതായിരിക്കും? ഫിംഗർ ആൻഡ് ഗ്രൗണ്ട് അല്ലേ വരാ? കാരണം ലൈക്ക് നോക്ക്, ഒരു പേപ്പറിൽ നമ്മൾ എഴുതി എന്ന് പറയുമ്പോൾ അത് ആ ഒരു പേപ്പറിൽ എഴുതിയതാണെന്ന് പറയുമ്പോൾ ആ പേപ്പർ അവിടെ ബാക്ക്ഗ്രൗണ്ടും ആ എഴുതിയതിനെ അവിടെ ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്കത് മനസ്സിലാവുന്നത്. അല്ലാതെ നോക്കി കഴിയുമ്പോ എന്താണ്, ഒരു പേപ്പറിൽ കുറച്ച് വൈറ്റ് പാർട്ട് ബ്ലാക്ക് പാർട്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. ഫിഗർ ഗ്രൗണ്ടും ആയിട്ടാണ് എഴുതിയതും പേപ്പറും. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഫിഗർ ആൻഡ് ഗ്രൗണ്ട് പ്രിൻസിപ്പൾ വെച്ചിട്ടാണ് ഈ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ 4 ആണ് ഉത്തരം വരിക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതോടെ നമുക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്, പക്ഷെ ടൈം ഇനിയും ബാക്കി ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഏതായാലും ഇതോടെ നിർത്താമെന്ന് വിചാരിക്കുന്നതാണ്. അല്ല, 40ാമത്തെ ക്വസ്റ്റ്യൻ. Which perspective maintains that most human perceptual capabilities are inborn and that result very little from learning? Okay, നമ്മുടെ മോസ്റ്റ് ഹ്യൂമൻ പെർസെപ്ഷൻ കാപ്പബിലിറ്റീസ് ഇൻബോൺ ആണ്, അല്ലാതെ ലേണിംഗ് വെരി ലിറ്റിലേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് ഏതാണ്? ഏതാണ്? നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ബാക്കി 3 അതല്ല എന്നുള്ള രീതിക്ക്. ഇതിന്റെ ഉത്തരം വരുന്നത് നേറ്റിവിസ്റ്റ് ആട്ടോ, ഓപ്ഷൻ 1 ആണ്. ജസ്റ്റ് വായിച്ചിടാം. എന്താണ് നേറ്റിവിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താ പറയുന്നത്? The nativist perspective argues that most human perceptual capabilities, including cognitive abilities and knowledge, are innate and inborn. അത് ഈ പറയുന്ന മോസ്റ്റ് ഓഫ് നമ്മളെ പെർസെപ്ഷൻ എബിലിറ്റീസും ഇന്നേറ്റ് അല്ലെങ്കിൽ ഇൻബോൺ ആയിട്ട് വരുന്നു എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് നേറ്റിവിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ഇന്ററാക്ഷനിസ്റ്റ് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, എന്താണ് പെർസെപ്ഷൻ കാപ്പബിലിറ്റീസ് റിസൾട്ട് ഫ്രം an interaction between innate abilities and learning. innate abilities-ഉം ലേണിംഗും തമ്മിൽ ഇന്ററാക്ഷൻ വഴിയാണ് നമ്മൾ ഈ പറയുന്ന പെർസെപ്ഷൻ കാപ്പബിലിറ്റീസ് ഉണ്ടാവുന്നതാണ് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ് ആകുമ്പോൾ അതിൽ പറയുന്നത് ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ് emphasizes the role of learning and environment in shaping behavior and perceptual capabilities. അതായത് ബിഹേവിയർ നമ്മുടെ എക്സ്റ്റേണൽ എൻവിറോൺമെന്റലിന്റെ ആ റോള്, അതില് എങ്ങനെയാണ് നമ്മളെ ലേണിംഗും ബിഹേവിയർ ഷേപ്പ് ആവുന്നതും പെർസെപ്ഷൻ കാപ്പബിലിറ്റീസ് ആവുന്നതും നോക്കുന്നതാണ് ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ്. എംപരിസിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ they argues that knowledge and perceptual capabilities are primarily acquired through sensory experience and learning. നമ്മളെ സെൻസറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലേണിംഗ് വഴിയാണ് നമുക്ക് പെർസെപ്ഷൻ കാപ്പബിലിറ്റീസ് ഉണ്ടാവുന്നതാണ് എംപരിസിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അപ്പൊ ഇതിൽ ഈ പറയുന്ന പോലെ ഇന്നേറ്റ് ആണ് അല്ലെങ്കിൽ ഇൻബോൺ ആണ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് നേറ്റീവ്സ് പെർസ്പെക്റ്റീവ് ആണ്. ഓപ്ഷൻ 1 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഐ തിങ്ക് ബാക്കി നമുക്ക് അടുത്തൊരു സെഷനിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, എന്നാല് നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ആക്കാൻ നേരത്തുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.